നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിയില്ലാത്ത സുരക്ഷിതമായ ഒരു നാളേക്കായി നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ലഹരിമുക്തമായ ഒരു ജീവിതം അവകാശമാക്കാം എന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ന് ജൂൺ 26, ലോകം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി വിരുദ്ധ പോരാട്ടം നമ്മുടെ ഉത്തരവാദിത്തം. ഒല്ലൂരിൽ സ്വകാര്യ ബസുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. ഒല്ലൂർ ESIക്ക് സമീപം രാവിലെ 11 മണിയോടെയാണ് അപകടം. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ PG പോലീസും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടിക്കാട് യൂണിറ്റും കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിയില്ലാത്ത സുരക്ഷിതമായ ഒരു നാളേക്കായി നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ലഹരിമുക്തമായ ഒരു ജീവിതം അവകാശമാക്കാമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. നമ്മുടെ ജീവിതത്തിൽ ആര് വേണം, എന്തെല്ലാം വേണമെന്ന് തീരുമാനിക്കുവാനുള്ള അധികാരം നമുക്കുണ്ട്. അപ്രിയമായ ഒന്നിനെയും ജീവിതത്തിലേക്ക് അടുപ്പിക്കാതിരിക്കുവാൻ നമുക്ക് കഴിയണം. ലഹരി എന്ന വിപത്തിനെ നമ്മുടെ പടിക്ക് പുറത്തു നിർത്തുവാൻ ഈ ദിവസം നമുക്ക് തീരുമാനിക്കാം. ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിയില്ലാത്ത സുരക്ഷിതമായ ഒരു നാളേക്കായി നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ലഹരിമുക്തമായ ഒരു ജീവിതം അവകാശമാക്കാം. ശരീരത്തെയും മനസ്സിനെയും ബാധിക്കുന്ന ഒന്നിനും ജീവിതത്തിൽ ഇടം നൽകാതെയിരിക്കാം. ലഹരിക്കെതിരെ ഉയരുന്ന ശബ്ദമായി ഉറച്ചു നിൽക്കാം. തോൽക്കില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ ആർക്കും നമ്മളെ തോൽപ്പിക്കുവാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുക. ഈ പോരാട്ടത്തിൽ സർക്കാർ ഒപ്പമുണ്ടാകും. ഇന്ന് ജൂൺ 26, ലോകം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി വിരുദ്ധ പോരാട്ടം നമ്മുടെ ഉത്തരവാദിത്വം. ലഹരിക്കടിമകളായ മക്കളെ ഓർത്ത് ജീവിതത്താളം തെറ്റിയ അമ്മമാരുടെ മുഖമാണ് നാം ഇന്ന് ഓർക്കേണ്ടത്. സ്വപ്നങ്ങൾ തകർന്ന് പ്രതീക്ഷകൾ നശിച്ച് കണ്ണീരുമായി വിലപിക്കുന്ന ഓരോ അമ്മമാരും നമ്മുടെ സമൂഹത്തിന്റെ പൊള്ളുന്ന വേദനയാണ്. ലഹരി വാങ്ങാൻ പണം കൊടുക്കാതിരിക്കുമ്പോൾ സ്വന്തം മകന്റെ മർദ്ദനമേൽക്കേണ്ടി വരുന്ന അമ്മയുടെ ദൈന്യത. ലഹരിക്കടിമപ്പെട്ട് അച്ഛനെയും അമ്മയെയും സഹോദരന്മാരെയും കൊല ചെയ്യുന്നവർ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കണം. ഇതിനൊരു അവസാനം വേണ്ടേ? ലഹരി വസ്തുക്കളുടെ ദുരുപയോഗവും അനധികൃത മയക്കുമരുന്ന് കടത്തും മനുഷ്യരാശിക്ക് സൃഷ്ടിക്കുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്കെതിരെ ലോകസമൂഹം ഒരുമിച്ച് പോരാടുമെന്ന പ്രതിജ്ഞ പുതുക്കുന്ന ദിനമാണിന്ന്. കഞ്ചാവാണ് ലോകത്തെ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ലഹരി വസ്തു. ഇത് പലയിടത്തും നിരോധിത വസ്തുവല്ല താനും. അതേസമയം മെത്താഫെറ്റമിൻ, ഫെന്റിൻ തുടങ്ങിയ സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ വ്യാപനവും ആശങ്കാജനകമായി ഉയരുകയാണ്. മയക്കുമരുന്ന് കടത്ത് ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ അന്തർദേശീയ കുറ്റകൃത്യ ശൃംഖലയായി വളർന്നിരിക്കുന്നു. എൻക്രിപ്റ്റഡ് സന്ദേശ സംവിധാനങ്ങൾ, ഓൺലൈൻ ഇടപാടുകൾ എന്നിവ ഈ ശൃംഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പോർട്ടുകളും വിമാനത്താവളങ്ങളും സ്വന്തമായി നിയന്ത്രിക്കുന്നവൻ ബിസിനസ്സുകാർ മയക്കുമരുന്ന് കടത്തിന്റെ കണ്ണികളാണ് എന്ന ആരോപണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ലഹരി ഉപയോഗം വ്യക്തിയുടെ ആരോഗ്യത്തെ മാത്രമല്ല ബാധിക്കുന്നത്, സമൂഹത്തെയാണ്, സാമൂഹ്യ ബന്ധങ്ങളെയാണ്, സാമൂഹ്യ വിശ്വാസങ്ങളെയാണ്. കുറ്റകൃത്യങ്ങൾ, കുടുംബ തകർച്ച, ഗാർഹിക പീഡനം, ബലാത്സംഗം, തൊഴിലില്ലായ്മ, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, റോഡ് അപകടങ്ങൾ, പകർച്ചവ്യാധികളുടെ വ്യാപനം തുടങ്ങി സമൂഹത്തിന്റെ എല്ലാ മേഖലകളെയും ഇത് പ്രതികൂലമായി ബാധിക്കുകയാണ്. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ക്രെസെന്റിൻ, ഗോൾഡൻ ട്രയാക്കിലിൻ, മ്യാൻമറും ലാവോസും തായ്ലൻഡും. ഈ ഭൂമിശാസ്ത്രപരമായ സാഹചര്യം ഇന്ത്യയെ മയക്കുമരുന്ന് കടത്തിന്റെ പ്രധാന ഇടനാഴികയാക്കുകയും ആഭ്യന്തര വിപണിയെയും കൂടുതൽ അപകട സാധ്യതയിലാക്കുകയും ചെയ്യുന്നു. സമീപ വർഷങ്ങളിൽ ഹെറോയിൻ, കൊക്കെയിൻ, മെത്താഫെറ്റമിൻ ഉൾപ്പെടെയുള്ള സിന്തറ്റിക് ലഹരി വസ്തുക്കളുടെ വൻ ശേഖരങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിടികൂടിയത്. കേന്ദ്ര സർക്കാർ, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, കസ്റ്റംസ്, സംസ്ഥാന പോലീസ്, തീരദേശ സുരക്ഷാ സേന തുടങ്ങിയ ഏജൻസികളുടെ നേതൃത്വത്തിൽ ശക്തമായ നടപടികളാണ് ലഹരിക്കെതിരെ സ്വീകരിച്ചു വരുന്നത്. അതോടൊപ്പം ബോധവൽക്കരണ പരിപാടികളും വിദ്യാലയങ്ങളിലും കോളേജുകളിലും പുനരധിവാസ കേന്ദ്രങ്ങളിലും ശക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിൽ അടുത്ത കാലത്തായി സിന്തറ്റിക് ലഹരി വസ്തുക്കളുടെ വ്യാപനം ഗൗരവമായ സാമൂഹിക പ്രശ്നമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതായി വിവിധ റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, രക്ഷിതാക്കൾ, ആരോഗ്യ വിദഗ്ധർ തുടങ്ങിയവർ ഇതേക്കുറിച്ച് ആശങ്കാകുലരാണ്.
കേരള സർക്കാർ എക്സൈസ് വകുപ്പിന്റെയും കേരള പോലീസിന്റെയും നേതൃത്വത്തിൽ ശക്തമായ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. സംസ്ഥാന വ്യാപക പരിശോധനകൾ, രഹസ്യാന്വേഷണം, സ്കൂളുകളിലും കോളേജുകളിലും ബോധവൽക്കരണ പരിപാടികൾ, ലഹരി മാഫിയയ്ക്കെതിരായ തൂഫാൻ എന്ന പേരിലുള്ള ഓപ്പറേഷനുകൾ എന്നിവയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നു. അയൽ സംസ്ഥാനങ്ങളുമായി യോജിച്ച് ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നുമുണ്ട്. അതേസമയം ലഹരി ഉപയോഗം തടയുവാൻ നിയമ നടപടികൾ മാത്രം മതിയാകില്ല. കൗൺസിലിംഗ്, മാനസികാരോഗ്യ ചികിത്സ, പുനരധിവാസം, കുടുംബങ്ങളുടെ പിന്തുണ എന്നിവയും ഒരുപോലെ അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരായ പോരാട്ടം സർക്കാരിന്റെയോ നിയമപാലകരുടെയോ മാത്രം ഉത്തരവാദിത്തമല്ല. മാതാപിതാക്കൾ, അധ്യാപകർ, ആരോഗ്യ പ്രവർത്തകർ, മാധ്യമങ്ങൾ, മത സാമൂഹിക സംഘടനകൾ, യുവജനങ്ങൾ തുടങ്ങി സമൂഹത്തിലെ ഓരോ വ്യക്തിക്കും ഇതിൽ നിർണായക പങ്കുണ്ട്. കുട്ടികളുമായി തുറന്ന ആശയവിനിമയം നടത്തുകയും കായിക സാംസ്കാരിക പ്രവർത്തനങ്ങളിലേക്ക് യുവതലമുറയെ പ്രോത്സാഹിപ്പിക്കുകയും ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് നിരന്തര ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്നത് പ്രതിരോധത്തിന്റെ ആദ്യപടിയാണ്. ലഹരി ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, അത് ഒരു കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും പ്രശ്നമാണ്. ഒല്ലൂരിൽ സ്വകാര്യ ബസ്സുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. ഒല്ലൂർ ESIക്ക് സമീപം രാവിലെ 11 മണിയോടെയാണ് അപകടം. തലോർ ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് വരികയായിരുന്ന മാതാ ബസ്സും തൃശൂരിൽ നിന്ന് തലോർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സുമംഗലി ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ യാത്രക്കാരായ 20ഓളം പേർക്ക് പരിക്കേറ്റു. ഇവരെ ആംബുലൻസിലും മറ്റു പല വാഹനങ്ങളിലുമായി ആശുപത്രിയിലേക്ക് എത്തിച്ചു. ബസിന്റെ ഡ്രൈവർ സീറ്റിൽ കുടുങ്ങിയ ഡ്രൈവറെ ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് പുറത്തെടുത്തത്. ഇയാൾക്ക് കാര്യമായി പരിക്കേറ്റു. ഒല്ലൂർ പോലീസും അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയാണ് നാട്ടുകാരുടെ സഹായത്താൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ പീച്ചി പോലീസും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടിക്കാട് യൂണിറ്റും കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ഒന്നിച്ചു നിന്ന് പോരാടാം, ലഹരി എന്ന വിപത്തിനെ നമുക്ക് ഒറ്റക്കെട്ടായി നേരിടാം എന്ന മുദ്രാവാക്യവുമായി പീച്ചി പോലീസും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. പീച്ചി റോഡ് ജംഗ്ഷനിൽ നിന്നും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് വരെയാണ് കൂട്ടയോട്ടം സംഘടിപ്പിച്ചത്. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ജോബി പറമ്പുള്ളി സ്വാഗതം ആശംസിച്ച യോഗത്തിൽ അമീർ അലി, പീച്ചി പോലീസ് സ്റ്റേഷൻ SHO അധ്യക്ഷത വഹിച്ചു. ലഹരി എന്ന മാരക വിപത്തിനെ ഒറ്റക്കെട്ടായി നേരിടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും അതിന്റെ ദൂഷ്യവശത്തെക്കുറിച്ചും നിലവിൽ നാട്ടിൽ നടക്കുന്ന ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ക്രിയാത്മകമായ സാന്നിധ്യവും സഹകരണവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും SHO അമീർ അലി ഉറപ്പു നൽകുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് മീനു വർഗീസ് കൂട്ടയോട്ടം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തിനെ ലഹരി വിമുക്തമാക്കുന്നതിന് 1 വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പരിപാടി പഞ്ചായത്തിന്റെ കൂടി നേതൃത്വത്തിൽ രൂപം നൽകുന്നതാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മീനു ടീച്ചർ പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടിക്കാട് യൂണിറ്റ് സെക്രട്ടറി തിമോത്തി പറമ്പുള്ളി, ട്രഷറർ സുജിത് ചെവുകാരൻ, വൈസ് പ്രസിഡന്റ് അബി MK, ജോയിന്റ് സെക്രട്ടറി ബെന്നി കൊയ്പറ്റയിൽ, യൂത്ത് വിംഗ് പ്രസിഡന്റ് സുധീഷ് MK, വനിതാ വിംഗ് പ്രതിനിധികൾ, വൈസ് മെൻസ് ക്ലബ് ഓഫ് പീച്ചി ഭാരവാഹികൾ, ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രതിനിധികൾ, പട്ടിക്കാട് ഗവൺമെന്റ് സ്കൂൾ SPC കേഡറ്റുകൾ, പീച്ചി പോലീസ് സ്റ്റേഷൻ ഓഫീസേഴ്സ്, ഒട്ടേറെ വ്യാപാരികൾ തുടങ്ങിയവർ കൂട്ടയോട്ടത്തിൽ പങ്കെടുത്തു. എന്നുള്ളതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, കഴിഞ്ഞ ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മുടെ പട്ടിക്കാട് സെൻട്രലുള്ള ഒരു വിദ്യാലയവുമായി ബന്ധപ്പെട്ട് ഒന്ന് പുറത്തിറങ്ങി 1-2 കുട്ടികളെ മൊബൈൽ പരിശോധിച്ചപ്പോഴേക്ക് ഇതിൻ്റെ വ്യാപ്തിയുടെ മാക്സിമം നമുക്ക് ഉൾക്കൊള്ളാൻ തരത്തിലുള്ള അത്രയും വ്യാപകമാണ്. നമ്മുടെ സംവിധാനത്തെ മറികടക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എക്സൈസ് ഉണ്ട്, പോലീസ് ഉണ്ട്, പൊതുജനങ്ങളെല്ലാവരും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അവെയറാണ്. പക്ഷേ പ്രത്യേകിച്ച് പോലീസിന് നടപടിയെടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള കുട്ടികളെയും പെൺകുട്ടികളെയും ഒക്കെ ഉപയോഗിച്ചുള്ള ഒരു തരത്തിലുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനം എന്ന് വേണമെങ്കിൽ അതിനെ വിളിക്കാം. അത്തരം നീചമായിട്ടുള്ള ലെവലിലേക്കാണ് ലഹരിയുടെ ഒരു പോക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്.
ഇതിനെതിരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനെതിരെ ഏത് നിലക്കും പോരാടുക എന്നുള്ളത് നമ്മുടെ ധാർമ്മികമായിട്ടുള്ള ബാധ്യത എന്നുള്ള രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. ആരാർക്കും മാറി നിൽക്കാൻ പറ്റാത്ത വിധം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാം. അത്രയും വ്യാപനം ഉണ്ട് ലഹരിക്ക്. ഏതായിരുന്നാലും ദീർഘിപ്പിക്കുന്നില്ല, സമയം വൈകിയത് കൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. നമ്മളെല്ലാവരും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ അവബോധമുള്ളവരാണ്. വ്യാപാരി വ്യവസായികൾ, വൈസ് മെൻസ് ക്ലബ്ബ്, മറ്റ് വിവിധ സംഘടനകൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറയുന്നത് ഇതൊരു ലഹരി വിരുദ്ധ ദിനമെന്നല്ല, ലഹരി വിരുദ്ധ വർഷം എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇന്ന് ഓരോ ചെറുപ്രായത്തിലുള്ള കുട്ടികളും ഈ ലഹരിക്ക് അടിമയായിട്ടിരിക്കുകയാണ്. എന്തോ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ കൂട്ടുകെട്ടോ കൊണ്ടൊക്കെ ആകാം അവർ തെറ്റായ വഴിയിലേക്ക് പോകുന്നത്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് ഒന്നിച്ചു നിന്നാൽ മാത്രമേ അതിൽ നിന്ന് വിമുക്തി നേടാൻ പറ്റുള്ളൂ. ഇത് ഇന്ന് ഒരു ദിവസം മാത്രമല്ല, നമ്മുടെ മനസ്സിൽ എന്നും ഉള്ളിൽ നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശം ഉണ്ടാവണം. എങ്ങനെയും നമ്മുടെ നാടിനെ ലഹരിയിൽ നിന്ന് വിമുക്തമാക്കണമെന്ന എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ കൂട്ടയോട്ടം ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന കൂട്ടയോട്ടം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. വാണിയംപാറയിൽ തെരുവുനായ മൂലം ബൈക്ക് അപകടം, 2 പേർക്ക് പരിക്ക്, ഒരാൾക്ക് കാലിന് ഗുരുതര പരിക്ക്. 17 കോഴികളെയും 3 മുയലുകളെയും നായക്കൂട്ടം ആക്രമിച്ചു കൊന്നു. നടപടി ആവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗം സനിൽ വാണിയംപാറ സർവീസ് റോഡിലൂടെ 2 യുവാക്കൾ ബൈക്കിൽ യാത്ര ചെയ്തു വരുമ്പോൾ തെരുവുനായ്ക്കൾ ബൈക്കിലേക്ക് ചാടി ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് ദേശീയപാതയുടെ കോൺക്രീറ്റ് ഡിവൈഡറിൽ ഇടിക്കുകയും ചെയ്തു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് യാത്രക്കാരായ വാണിയംപാറ കൊമ്പഴ സ്വദേശികളായ 2 വിദ്യാർത്ഥികളായ അബ്ദുൾ അസരി, ബ്രിട്ടോ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ബൈക്ക് ഓടിച്ച ബ്രിട്ടോയുടെ ഇടത് കാലിലെ മുട്ടിന് മുകളിൽ ഗുരുതരമായ മുറിവ് സംഭവിച്ചിട്ടുണ്ട്. നിലവിൽ 2 പേരും തൃശൂരിലെ ആശുപത്രിയിലാണ്. ഈ സാഹചര്യത്തിലാണ് തെരുവുനായ ആക്രമണം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്ത് അംഗം സനിൽ വാണിയംപാറ പഞ്ചായത്ത് പ്രസിഡന്റിന് അപേക്ഷ നൽകിയത്. കഴിഞ്ഞ ദിവസം വാണിയംപാറയുടെ പല പ്രദേശങ്ങളിലെ വീടുകളിലായി 17 കോഴികളെയാണ് തെരുവുനായ്ക്കൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇന്ന് വാണിയംപാറയിൽ കടയിലെ കൂട്ടിൽ വളർത്തുന്ന 3 മുയലുകളെയും തെരുവുനായ ആക്രമിച്ച് കൊലപ്പെടുത്തി. അന്നേ ദിവസം തന്നെ മദ്രസ കഴിഞ്ഞ് മടങ്ങിവരുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയും നായ്ക്കളുടെ പരാക്രമം ഉണ്ടായി. കഴിഞ്ഞ ദിവസം കുതിരാൻ അമ്പലത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് നേരെ ഇരുമ്പുപാലത്ത് വെച്ചും തെരുവുനായ്ക്കൾ പാഞ്ഞെടുത്ത് കാട്ടാനയുടെ ശല്യം ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് തെരുവുനായ ഭീതിയും നാട്ടിൽ പടരുന്നത്. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് അംഗം സനിൽ വാണിയംപാറ പഞ്ചായത്ത് പ്രസിഡന്റിന് അപേക്ഷ നൽകിയത്. ഇന്നലെ വൈകുന്നേരം നമ്മുടെ ഇവിടുത്തെ 2 ചെറുപ്പക്കാര് വാഹനത്തില് ബൈക്കിൽ ഇങ്ങോട്ട് വരികയായിരുന്നു. ഇവിടെ തെരുവ് പട്ടികളുടെ വലിയ ശല്യം നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ തെരുവ് പട്ടികള് ബൈക്കിൽ വരുന്നവരെ ആക്രമിക്കാൻ പോയപ്പോ ആ ബൈക്ക് കുട്ടികളുടെ കയ്യിൽ നിന്നും സ്കിഡായി നേരെ വന്ന് ഈ സ്ലാബ് ഒരു 2-3 ഇഞ്ചോളം ഇങ്ങോട്ട് നീങ്ങിപ്പോയർക്കുക. ആ സ്ലാബില് ബൈക്കും ആ വാഹനം ഓടിച്ച കുട്ടിയുടെ മുട്ടുകാലും കൂടെ ചേർത്ത് ഇടിച്ച് പൊട്ടിപ്പോയിട്ടുള്ളതാണ് ഈ സ്ലാബിന്റെ ഈ ഒരു ഭാഗം. അങ്ങനെ ഇടിച്ചൊരു വലിയ അപകടം സംഭവിച്ചിരിക്കുകയാണ്. അവർ നിലവില് ഹോസ്പിറ്റലിലാണ്. 2 കുട്ടികളായിരുന്നു. ഒരാളുടെ കാലിന്റെ ലിഗ്മെന്റിന് കംപ്ലൈന്റ് ആയി, ഒരാളുടെ മുട്ടിന്റെ ചിരട്ടയോടൊപ്പം ചിരട്ടയുടെ അടുത്തുള്ള ദശ ഉൾപ്പെടെ മുറിഞ്ഞ് 2 സൈഡിൽ ശല്യം അതിഭീകരമാണ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ ചർച്ച നടത്തുകയും ഇന്നലെ ഞാൻ തന്നെ നേരിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് ഇതുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യം നമുക്ക് കണക്കാക്കണമെന്ന് പറഞ്ഞ് കത്ത് കൊടുക്കുകയും ചെയ്തിരുന്നു. ഇത് വീട്ടുമൃഗങ്ങളെ ആക്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് പഞ്ചായത്ത് പ്രസിഡന്റിന് കത്ത് നിവേദനം കഴിഞ്ഞ ദിവസം നൽകിയത്. ഏകദേശം 2 ദിവസം കൊണ്ട് 17 വളർത്തുകോഴികളെയും നമ്മുടെ വാണിയംപാറയിലെ ഒരു കോഴിക്കടയിൽ വിൽക്കുവാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള മുയലുകളെയും ഈ തെരുവ് പട്ടികൾ ആക്രമിച്ച് കൊലപ്പെടുത്തി ഇട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ പരാതി കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായത്. ഇന്നലെ അത് മാത്രമല്ല, കാലത്ത് മദ്രസ കഴിഞ്ഞ് തിരിച്ചു വരുന്ന കുട്ടികളെ തെരുവ് നായ്ക്കൾ കടിക്കുവാൻ വേണ്ടി ഓടിച്ചുണ്ടായി. അത് കുട്ടികളുടെ ഭാഗ്യം കൊണ്ട് അത് കടിയേൽക്കാതെ രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. തെരുവ് നായ്ക്കൾ വലിയ രീതിയിൽ നാട്ടില് ഭീതി പടർത്തുന്ന സ്ഥിതി ഉണ്ടായിരിക്കുകയാണ്. നിലവില് ആനശല്യം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. ഇപ്പൊ തെരുവ് നായകളുടെ പ്രശ്നം കൂടെ വന്നപ്പോൾ നാട്ടിലെ ജനങ്ങൾ ജീവിക്കാൻ തന്നെ വലിയ ഭീതിയായിട്ടാണ് നിൽക്കുന്നത്. തൃശൂർ ജില്ലയിലെ ബാങ്കുകളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനുള്ള ജില്ലാതല റിവ്യൂ കമ്മിറ്റി യോഗം നടന്നു.
തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ IAS ലോകത്തിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുധീഷ് TK യോഗം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ തൃശൂർ, ചാലക്കുടി MPമാരുടെ പ്രതിനിധികളും എല്ലാ ബാങ്കുകളുടെയും ജില്ലാ മേധാവികളും പങ്കെടുത്തു. കൂടാതെ 2026-27 വർഷത്തേക്കുള്ള ജില്ലാ ക്രെഡിറ്റ് പ്ലാൻ യോഗത്തിൽ പ്രകാശനം ചെയ്തു. ജില്ലയിലെ ബാങ്കുകളിലെ ആകെ നിക്ഷേപം 1,27,467 കോടി രൂപയായി വർദ്ധിച്ചു. ആകെ വായ്പാ വിതരണം 15.9%. വാർഷിക വളർച്ചയോടെ 71,865 കോടി രൂപയിലെത്തി. ജില്ലയിലെ വായ്പാ നിക്ഷേപ അനുപാതം 56% തുടരുന്നു. ആകെ വായ്പകളുടെ 47.71% മുൻഗണനാ വിഭാഗത്തിലാണ്. ഇത് റിസർവ് ബാങ്ക് നിഷ്കർഷിച്ച 40% എന്ന പരിധിയേക്കാൾ കൂടുതലാണ്. വാർഷിക ക്രെഡിറ്റ് പ്ലാൻ മുൻഗണനാ മേഖലയ്ക്കായുള്ള ലക്ഷ്യത്തിന്റെ 108.95% നേട്ടത്തോടെ 28,872 കോടി രൂപ വായ്പയായി വിതരണം ചെയ്യുവാൻ സാധിച്ചു. ഇതിൽ കാർഷിക മേഖലയ്ക്ക് 17,434 കോടിയും MSME മേഖലയ്ക്ക് 9,897 കോടിയും വിതരണം ചെയ്തു. സർക്കാർ സ്പോൺസേഡ് പദ്ധതികളുടെ വായ്പാ അപേക്ഷകളിലുള്ള കാലതാമസം ഒഴിവാക്കുവാനും സാമ്പത്തിക ഡിജിറ്റൽ സുരക്ഷയെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുവാനും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം ഫിഡ് മാനേജർ ശ്രീകാന്ത് TK, നബാർഡ് DGM സെബിൻ ആന്റണി തുടങ്ങിയവർ ബാങ്കിംഗ് മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ മുഹമ്മദ് ഷാഫി KC സ്വാഗതം രേഖപ്പെടുത്തി. അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ ദിനാചരണം വിവിധ പരിപാടികളോടെ നടന്നു. ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുകയും പ്രത്യേകിച്ച് യുവതലമുറയെ ലഹരിയിൽ നിന്ന് അകറ്റി ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് നയിക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. പരിപാടി യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ഡെപ്യൂട്ടി മേയർ A. പ്രസാദ്, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, കമ്മീഷണർ ഓഫ് പോലീസ് നകുൽ R. ദേശ്മുഖ് IPS, എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ സജി കുമാർ, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ രോഹിത് നന്ദകുമാർ, കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അഡ്വക്കേറ്റ് വില്ലി ജിജോ, ജേക്കബ് പുലിക്കോട്ടിൽ, ഷീന ചന്ദ്രൻ, TR സന്തോഷ്, കരോളി ജോഷുവ, K. ഗോപാലകൃഷ്ണൻ, മേഫി ഡെൽസൺ തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായി. ലഹരി ഉപയോഗം വ്യക്തിയെയും കുടുംബത്തെയും സമൂഹത്തെയും ബാധിക്കുന്ന ഗുരുതരമായ സാമൂഹിക പ്രശ്നമാണെന്നും ഇതിനെതിരെ ബോധവൽക്കരണവും കൂട്ടായ പ്രവർത്തനങ്ങളും ശക്തമാക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണെന്നും ചടങ്ങിൽ മന്ത്രി O. ജനീഷ് അഭിപ്രായപ്പെട്ടു. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, ആരോഗ്യ പ്രവർത്തകർ, സാമൂഹിക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്ത പരിപാടിയിൽ ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടന്നു. ലഹരി വിമുക്തമായ തൃശൂരിനായി തുടർച്ചയായ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് കോർപ്പറേഷൻ അറിയിച്ചു. ഇപ്പോൾ വേൾഡ് കപ്പ് ഉൾപ്പെടെ നടക്കുന്ന ഈ സാഹചര്യത്തിൽ ജീവിതത്തിന്റെ യഥാർത്ഥ ലഹരി ഏത് എന്ന ചോദ്യത്തിന് വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും യുവാക്കൾക്കുമിടയിൽ സ്പോർട്സും അതുപോലെ തന്നെ ജീവിതത്തിന്റെ മറ്റു വിജയങ്ങളുമെല്ലാം തന്നെ അവരുടെ മനസ്സിന് യഥാർത്ഥ കിക്ക് കൊടുക്കേണ്ടത് അതാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന പ്രചരണ പരിപാടികളായിട്ട് മുന്നോട്ട് പോകുന്നു. ഏതാണ് യഥാർത്ഥ ലഹരി എന്ന് ചോദിച്ചാൽ ഞാൻ ഇന്ന് കായിക വകുപ്പിന്റെ മന്ത്രി എന്ന നിലയിൽ കൂടി തന്നെ പറയും, സ്പോർട്സാണ് യഥാർത്ഥ ലഹരി എന്ന് പുതിയ തലമുറ പ്രഖ്യാപിക്കേണ്ടുന്ന ഒരു കാലം കൂടിയാണ്. അതിന് അവരെ പ്രാപ്തരാക്കുന്ന രീതിയിലേക്കുള്ള പ്രചരണ പരിപാടികൾ ഒരു സ്ഥലത്ത് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അതുപോലെ തന്നെ കൃത്യമായ ലോ എൻഫോഴ്സ്മെന്റും ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകേണ്ടതുണ്ട്. ആ പ്രവർത്തനങ്ങളുമായി ആഭ്യന്തര വകുപ്പും അതോടൊപ്പം തന്നെ എക്സൈസ് വകുപ്പും മുന്നോട്ട് പോകും. ലഹരിവിരുദ്ധ പ്രതിജ്ഞയോടെ ലഹരിവിരുദ്ധ ദിനാചരണത്തിന് തുടക്കം. ജൂൺ 26 ലഹരിവിരുദ്ധ ദിനാചരണത്തിന്റെ മുന്നോടിയായി തൂഫാൻ ദി നാർക്കോ ഹണ്ടിനോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശാനുസരണം വിദ്യാഭ്യാസ വകുപ്പിന്റെയും കേരള പോലീസിന്റെയും നേതൃത്വത്തിൽ തൃശൂർ ജില്ലയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ലഹരിവിരുദ്ധ പ്രതിജ്ഞയെടുത്തു. വിവിധ സ്കൂളുകളിൽ ഫ്ലാഷ് മോബ്, ലഹരിവിരുദ്ധ സന്ദേശമടങ്ങിയ റാലി, പോസ്റ്റർ മേക്കിംഗ്, ചിത്രരചന, ക്വിസ്, കരാട്ടെ, ഫുട്ബോൾ തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിച്ചു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R. ദേശ്മുഖ് IPSന്റെ നിർദ്ദേശാനുസരണം നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ P. ഷിബു വിവിധ സ്കൂളുകളിലെ പ്രോഗ്രാമുകൾക്ക് നേതൃത്വം നൽകി. ലഹരിവിരുദ്ധ ദിനമായ ജൂൺ 26 തൃശൂർ ദേവമാതാ സ്കൂളിൽ പ്രമുഖർ പങ്കെടുക്കുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും ഉച്ചയ്ക്ക് 2 മണിക്ക് തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ ലോകകപ്പിലെ പ്രമുഖ 8 ടീമുകളുടെ ജേഴ്സിയിൽ ജില്ലയിലെ വിവിധ വകുപ്പുകൾ മത്സരിക്കുന്ന
മിനി വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരവുമായി വ്യത്യസ്തമായ നിരവധി പ്രോഗ്രാമുകളാണ് തൃശൂർ സിറ്റി പോലീസ് ഒരുക്കിയിട്ടുള്ളത്. ഇതുകൂടാതെ തൃശൂർ ജില്ല വിവിധ സ്കൂളുകളിൽ വ്യത്യസ്തങ്ങളായ മറ്റു പരിപാടികളും മത്സരങ്ങളും അരങ്ങേറും. സ്കൂളുകളിൽ നടക്കുന്ന പരിപാടികളിൽ ജനപ്രതിനിധികളും വിദ്യാഭ്യാസ വകുപ്പിലെയും പോലീസിലെയും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡിന്റെ 16ാമത് തൃശൂർ ജില്ലാ സമ്മേളനം ജൂൺ 27, 28, ജൂലൈ 4 എന്നീ തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂൺ 27 ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് തൃശൂർ സ്വരാജ് റൗണ്ടിൽ വൈദ്യുത ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം MLA രാജൻ ജയപല്ലൻ നിർവഹിക്കും. ജൂൺ 28 ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് സമ്മാനദാനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. രവീന്ദ്രൻ നിർവഹിക്കും. ജൂലൈ 4 ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് തൃശൂർ പുഴയ്ക്കൽ വെഡ്ഡിംഗ് വില്ലേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പൊതുസമ്മേളനവും കുടുംബസംഗമവും കായിക യുവജന ക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് റാഫി ഫിനിക്സ് അധ്യക്ഷത വഹിക്കും. കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് റാഫി ഫിനിക്സ്, സെക്രട്ടറി ഷീജോൺ ആലഞ്ചീസ്, ജനറൽ കൺവീനർ ബെന്നി നീലങ്കാവിൽ, ബാബുരാജ് നാദം, ഷാജി വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ ഓപ്പറേഷൻ തണ്ടർ ഇരട്ടപ്രഹരം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരി വിൽപ്പനയ്ക്കെതിരെ തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന്റെ ഓപ്പറേഷൻ തണ്ടർ ഇരട്ടപ്രഹരം. മദ്യവിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുന്ന തലപ്പള്ളി താലൂക്ക് എളനാട് വില്ലേജ് നീളംപള്ളിയാൽ ദേശത്ത് ഒറ്റയിൽപ്പടി വീട്ടിൽ ബാലൻ മകൻ ബിനേഷ് എന്നയാളെ മദ്യവിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എളനാട് കുന്നുംപുറം ദേശത്ത് വെച്ച് തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിലെ പ്രിവന്റീവ് ഓഫീസർ TJ രഞ്ജിത്തും പാർട്ടിയും ചേർന്ന് അറസ്റ്റ് ചെയ്തു. പ്രതിയിൽ നിന്ന് 4 ലിറ്റർ മദ്യവും 1000 രൂപയും കണ്ടെടുത്തു. പാർട്ടിയിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ KM സജീഷ്, പ്രിവന്റീവ് ഓഫീസർ ലത്തീഫ് K, സിവിൽ എക്സൈസ് ഓഫീസർ V തൗഫിക്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ K അമിത എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ കൂടെയുണ്ടായിരുന്നത്. ചാലക്കുടി റേഞ്ചിലെ മേലൂർ വില്ലേജിൽ നായരങ്ങാടി ദേശത്തു നിന്നും 4 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം കൈവശം വെച്ച് വിൽപ്പന നടത്തിയതിന് ചാലക്കുടി താലൂക്ക് മേലൂർ വില്ലേജ് പുല്ലാനി നായരങ്ങാടി ദേശത്ത് ചൂണ്ടാണി വീട്ടിൽ അയ്യപ്പൻ നായർ മകൻ നന്ദകുമാർ എന്നയാളെയാണ് സ്പെഷ്യൽ സ്ക്വാഡിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ TK കണ്ണനും പാർട്ടിയും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. പാർട്ടിയിൽ പ്രിവന്റീവ് ഓഫീസർ കിഷോർ കൃഷ്ണൻ, CEOമാരായ ഷിജു S, മിക്കി ജോൺ തുടങ്ങിയവർ ഉണ്ടായിരുന്നു. ലഹരി വിരുദ്ധ ദിനത്തിൽ ലഹരിക്കെതിരെ നാടെങ്ങും പ്രചരണം ശക്തമാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലഹരി വിൽപ്പനക്കാർ ലഹരി വിൽപ്പന നടത്തുവാൻ നോക്കിയത്. അതാണ് സ്പെഷ്യൽ സ്ക്വാഡ് തകർത്തത്. ഓപ്പറേഷൻ തണ്ടറും തൂഫാനും ലഹരി വിൽപ്പനക്കാർക്ക് പേടി സ്വപ്നമായി മാറിയിരിക്കുന്നു. മാധ്യമങ്ങളിലൂടെ കേസുകളുടെ വിവരങ്ങൾ ജനങ്ങൾ അറിയുന്നത് കൂടുതൽ ആളുകൾക്ക് ഇതേക്കുറിച്ച് രഹസ്യ വിവരങ്ങൾ ഡിപ്പാർട്ട്മെന്റിന് നൽകുവാൻ ധൈര്യം വന്നിരിക്കുകയാണ്. പൊതുജനങ്ങൾക്ക് രഹസ്യ വിവരങ്ങൾ നൽകുവാനുള്ള നമ്പർ 0487 2361 237 അല്ലെങ്കിൽ 0487 236 2002. നവമലയാളി പുരസ്കാരം സാമൂഹ്യ പ്രവർത്തകനും ചിന്തകനുമായ ഡോക്ടർ MP പരമേശ്വരന് നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. സാംസ്കാരിക മണ്ഡലങ്ങളിൽ സജീവമായി ഇടപെട്ട മതിലകം പഞ്ചായത്തിലെ കളരിപ്പറമ്പ് ഗ്രാമീണ വായനശാലയ്ക്ക് 25,000 രൂപ പുരസ്കാരമായി നൽകും. ഓഗസ്റ്റ് 9 അക്കാദമി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ PN ഗോപികൃഷ്ണൻ, KM അബ്ദുൾ ഗഫൂർ, PS ഷാനു, VN ഹരിദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തൃശൂർ റൂറൽ പോലീസും ഇരിഞ്ഞാലക്കുട പ്രസ് ക്ലബ്ബും ചേർന്ന് പെനാൽറ്റി ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസും ഇരിഞ്ഞാലക്കുട പ്രസ് ക്ലബ്ബും സംയുക്തമായി തൂഫാൻ ഗോൾസ് ഓരോ ഗോളും ലഹരിക്കെതിരെ എന്ന സന്ദേശവും ഉയർത്തി പെനാൽറ്റി ഷൂട്ടൌട്ട് സംഘടിപ്പിച്ചു. ഇരിഞ്ഞാലക്കുട സാന്റിയോഗ ക്ലബ്ബിൽ വെച്ച് നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ട് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം IPS ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിൽ പ്രത്യേകിച്ച് യുവജനങ്ങളിൽ ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും കായിക മേഖലയിലൂടെ ലഹരി വിരുദ്ധ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുമാണ് പരിപാടി സംഘടിപ്പിച്ചത്.
പെനാൽറ്റി ഷൂട്ടൌട്ടിൽ തൃശൂർ റൂറൽ ജില്ലാ പോലീസിലെയും ഇരിഞ്ഞാലക്കുട പ്രസ് ക്ലബിലെയും അംഗങ്ങൾ ആവേശപൂർവ്വം പങ്കെടുത്തു. മത്സരത്തോടനുബന്ധിച്ച് ലഹരിക്കെതിരായ ബോധവൽക്കരണവും നടത്തി. തുടർന്ന് തൃശൂർ റൂറൽ ജില്ലാ പോലീസിലെയും ഇരിഞ്ഞാലക്കുട പ്രസ് ക്ലബിലെയും അംഗങ്ങൾ സൗഹൃദ ഫുട്ബോൾ മത്സരവും നടത്തി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം IPS, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സലീഷ് NS, നാർക്കോട്ടിക് സെൽ DYSP അബ്ദുൾ സലാം K, ഇരിഞ്ഞാലക്കുട DYSP സന്തോഷ് കുമാർ M, DCRB DYSP റഫീഖ് എന്നിവരും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകർ, കായിക പ്രേമികൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വീണ്ടും വാർത്തയിലേക്ക്. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിക്കെതിരെ മാറ്റത്തിന്റെ കാറ്റ്. ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആവേശോജ്വല തുടക്കം. കേരള സർക്കാർ സംസ്ഥാന വ്യാപകമായി ലഹരി മാഫിയയ്ക്കെതിരെ നടപ്പിലാക്കി വരുന്ന ശക്തമായ പ്രതിരോധ നടപടിയായ ഓപ്പറേഷൻ തൂഫാൻ നർക്കോ ഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ പോലീസുമായി ചേർന്ന് ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ് കോളേജിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ദി വിൻഡ് ഓഫ് ചേഞ്ച് എന്ന സന്ദേശവുമായി സംഘടിപ്പിച്ച ഈ ബൃഹത് ബോധവൽക്കരണ പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീം IPS നിർവഹിച്ചു. മയക്കുമരുന്നിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചും ഇത്തരം ലഹരി വിരുദ്ധ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥി സമൂഹത്തിന്റെ പങ്കിനെക്കുറിച്ചും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ വിശദീകരിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലെസിയുടെ അധ്യക്ഷതയിലാണ് ചടങ്ങുകൾ നടന്നത്. ക്യാമ്പയിന് ആവേശം പകർന്നുകൊണ്ട് കോളേജിലെ 2500ഓളം വിദ്യാർത്ഥിനികൾ അണിനിരന്ന് നടത്തിയ എയറോബിക് ഡാൻസ് പരിപാടിയുടെ മുഖ്യ ആകർഷണീയമായി മാറി. കൂടാതെ NCC കേഡറ്റുകളും സ്പോർട്സ് ക്ലബ് വിദ്യാർത്ഥികളും ചേർന്ന് അവതരിപ്പിച്ച ലഹരി വിരുദ്ധ ഫ്ലാഷ് മോപ്പും സോഷ്യൽ വർക്ക് വിഭാഗം വിദ്യാർത്ഥികളുടെ തെരുവു നാടകവും ലഹരിക്കെതിരെയുള്ള ശക്തമായ സന്ദേശവുമായി ചടങ്ങിൽ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സലീഷ് NS, ഇരിഞ്ഞാലക്കുട DYSP M സന്തോഷ് കുമാർ, ഇരിഞ്ഞാലക്കുട SHO ദിലീഷ് T തുടങ്ങിയവരും തൃശൂർ ജില്ലാ പോലീസ് ഓഫീസിലെയും ഇരിഞ്ഞാലക്കുട പോലീസ് സ്റ്റേഷനിലെയും വിവിധ സബ് ഇൻസ്പെക്ടർമാർ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാർ, CPOമാർ എന്നിവരും പങ്കെടുത്തു. ക്യാപ്റ്റൻ ലിറ്റി ചാക്കോ, ഡോക്ടർ സ്റ്റാൻഡിൽ റാഫേൽ, വീണ സാനി തുടങ്ങിയ അധ്യാപകരും കോളേജ് യൂണിയൻ, NCC, NSS സ്പോർട്സ് ക്ലബ് അംഗങ്ങളും വിദ്യാർത്ഥി വോളണ്ടിയർമാരും ചേർന്നാണ് പരിപാടികൾ ഏകോപിപ്പിച്ചത്. കോളേജിലെ അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നടങ്കം ഈ ലഹരി വിരുദ്ധ കൂട്ടായ്മയുടെ ഭാഗമായി. ചടങ്ങിന്റെ സമാപനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലെസി ചൊല്ലിക്കൊടുത്ത ലഹരി വിരുദ്ധ പ്രതിജ്ഞ വിദ്യാർത്ഥിനികൾ ഏറ്റുചൊല്ലി. ലഹരിക്കെതിരെ ഒന്നിച്ച് നിൽക്കുമെന്ന് ഉറപ്പു നൽകി.
അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി കുട്ടനെല്ലൂരിൽ ലഹരി വിരുദ്ധ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. ഗവൺമെന്റ് കോളേജിൽ നിന്ന് പുറപ്പെട്ട റാലി കുട്ടനെല്ലൂർ സെന്ററിലെ സെന്റ് അഗസ്റ്റിൻ സ്കൂളിൽ സമാപിച്ചു. പൊതുസമ്മേളനം ഒല്ലൂർ മണ്ഡലം MLA കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. വിയൂർ പോലീസ് സ്റ്റേഷൻ SI മനോഹർ കുമാർ KN, ഒല്ലൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ തോമസ് KP, തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർമാരായ പ്രവീൺ ലാൽ, ജോബി ജോസ്, ഹരീഷ് ജോഹൻ, ബിജു എടക്കളത്തൂർ, വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃശൂർ ജില്ലാ സെക്രട്ടറി സിസ്റ്റർ സോനി പെരുമ്പാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരിവിരുദ്ധ പ്രതിജ്ഞ ഒല്ലൂർ SI ജിസ് മാത്യു ചൊല്ലിക്കൊടുത്തു. കൌൺസിലർമാരും സംഘടനാ പ്രതിനിധികളും ആശംസകൾ നേർന്നു. ലഹരിക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് സംഘാടകർ അറിയിച്ചു. അതിഭീകരമായ ലഹരിയിൽ നിന്ന് മുക്തമാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് നിരവധി പരിപാടികൾ കഴിഞ്ഞ കുറേ കാലമായി നടത്തി വരികയാണ്. എന്നാൽ നേരത്തെ ഒന്നുമില്ലാത്തതുപോലെ സമീപകാലത്തായി MDMA ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ, രാസലഹരി നമ്മുടെ പുതിയ തലമുറയ്ക്കകത്തേക്ക് കടത്തിവിടാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങൾ നമ്മുടെ സമൂഹത്തിനകത്ത് വിവിധ മാഫിയകളുടെ നേതൃത്വത്തിൽ സജ്ജമാവുകയാണ്. നമ്മുടെ കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ നാവിൻ്റെ തുമ്പത്ത് പുളിയുടെയോ ചമപ്പിൻ്റെയോ മധുരത്തിൻ്റെയോ ഒക്കെ രൂപത്തിൽ നിരുപദ്രവം എന്ന് കരുതി വരുന്ന മുട്ടായികളിൽ പോലും വരുന്ന കാലത്ത് ആ കുഞ്ഞുങ്ങളുടെ തലച്ചോറുകളെ പണയം വയ്ക്കാനും മരവിപ്പിക്കാനും പറ്റുന്ന വിധത്തിൽ മാരകമായിട്ടുള്ള രാസലഹരിയുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന വിധത്തിലുള്ള ഞെട്ടുന്ന വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. ഒരുപക്ഷെ ലോകത്തിലെ തന്നെ അപൂർവമായിട്ടുള്ള രാജ്യങ്ങളിലുള്ളതുപോലെ പാമ്പിനെ കൊണ്ട് അരി കൊത്തിച്ച് അതിൻ്റെ ലഹരി കൊണ്ട് 2-3 ദിവസം അർദ്ധബോധത്തിൽ ജീവിക്കുന്ന ആളുകൾ വരെ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ലോബി നമ്മുടെ ചെറുപ്പക്കാരുടെയും കുഞ്ഞുങ്ങളുടെയും തലച്ചോറിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതിവേഗം യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ്. ഷീല അലക്സ് അനുശോചന യോഗം അഖിലേന്ത്യാ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ണുത്തി ഏരിയ പ്രസിഡന്റ് KS ശശിധരൻ യോഗത്തിൽ അധ്യക്ഷനായി. CPM മണ്ണുത്തി ഏരിയ സെക്രട്ടറി MS പ്രദീപ് കുമാർ, യൂണിയൻ ജില്ലാ സെക്രട്ടറി ഉല്ലാസ് കളങ്കാട്ട്, യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KP വിനോദ്, CITU മണ്ണുത്തി ഏരിയ സെക്രട്ടറി KR രവി, പ്രസിഡന്റ് T ശ്രീകുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. യൂണിയൻ ഏരിയ സെക്രട്ടറി CJ ജോയ് സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം കൃഷ്ണവേണി ജയൻ നന്ദിയും പറഞ്ഞു. പുത്തൂർ പഞ്ചായത്തിലെ മലയോര പ്രദേശത്തെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭീമഹർജിയുടെ ഒപ്പുശേഖരണം നടത്തി. പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ മലയോര മേഖലയായ വെള്ളക്കാരിത്തടം, മാന്നാമംഗലം, മരോട്ടിച്ചാൽ, വല്ലൂർ എന്നിവിടങ്ങളിലെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭീമഹർജിയുടെ ഒപ്പുശേഖരണം നടത്തിയത്. വെള്ളക്കാരിത്തടം സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി KPCC സെക്രട്ടറി ഷാജി J കോടങ്കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സേതുമാധവൻ, വൈസ് പ്രസിഡന്റ് മിനി റിജി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയങ്ക സനീഷ്, മെമ്പർമാരായ ജോസി ബേബി, രേഖ ചാക്കോ, റിജി ജോർജ്, ആരുഷ് TA, ഷെറിൻ ജോസ്, KT എബ്രഹാം, റഷീദ് VS തുടങ്ങിയവർ പ്രസംഗിച്ചു. കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഈ പ്രദേശത്തും പാണഞ്ചേരിയുടെ മറ്റു പ്രദേശങ്ങളിലൊക്കെ രൂക്ഷമായ ആനശല്യമാണ്. പാണഞ്ചേരിയിൽ 2 ആളെ കാട്ടാന ചവിട്ടിക്കൊന്നു. അതിന് കൃത്യമായ ചെറിയ തുച്ഛമായ നഷ്ടപരിഹാരം കിട്ടിയുള്ളൂ. അതിന് കൂടുതൽ നഷ്ടപരിഹാരം കിട്ടുമെന്ന് വെച്ചിട്ട് നമ്മൾ കോടതി നിയമ നടപടികളുമായി മുന്നോട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരുപാട് സമരങ്ങൾ ഇവിടെയും പാണഞ്ചേരിയിലും നടത്തുന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. ഒന്ന് ഞങ്ങൾ ഫോറസ്റ്റുകാരോട് പറഞ്ഞത്, നിങ്ങൾ ഒന്നെങ്കിൽ തൂക്ക് ഫെൻസ് ഇടണം, അതിന് എസ്റ്റിമേറ്റ് തയ്യാറാക്കണം, അല്ലെങ്കിൽ ട്രഞ്ചിങ്, അല്ലെങ്കിൽ റെയിൽ ഫെൻസ്. ഇത് 3 ശാസ്ത്രീയമായി ഈ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ. ഇവിടെ ഇട്ടിരിക്കുന്ന സോളാർ ഫെൻസ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഫണ്ട് വെക്കാതെ അതിന് അറ്റകുറ്റപ്പണി നടത്താറില്ല. അത് പല സ്ഥലത്തും പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായ രീതിയിൽ പരിരക്ഷിക്കാത്തതുകൊണ്ടാണ് ഇത്രയും രൂക്ഷമായ ഈ ആനശല്യം ഉണ്ടായിട്ടുള്ളത്.
നിരവധി പരാതികൾ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ കൊടുത്തു. ആരും അതിന് ശ്രദ്ധ കൊടുത്തില്ല. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ UDF സർക്കാർ വന്നതിന് ശേഷം TJ സനീഷ് കുമാർ ചാലക്കുടി MLA നേതൃത്വത്തിൽ അവിടെ രൂക്ഷമായ ആനശല്യമുള്ള വന്യമൃഗശല്യമുള്ള ഒരു നിയോജകമണ്ഡലം ചാലക്കുടിയും, മറ്റൊന്ന് പുതുക്കാടും, ഒല്ലൂരും, പിന്നെ വടക്കാഞ്ചേരിയുടെ ചില ഭാഗങ്ങളാണ്. സനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ മന്ത്രിയെ കൊണ്ടുവന്ന് അതിരമ്പള്ളിയിൽ കൊണ്ടുവന്ന് ആ പ്രദേശങ്ങൾ കാണിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ അതിന്റെ രൂക്ഷത മനസ്സിലാക്കുകയും ചെയ്തു. നമ്മൾ പലതവണ നിവേദനം കൊടുത്തു. ഞാൻ നേരിട്ട് പോയിട്ടും അദ്ദേഹത്തിനെ കണ്ട് നിവേദനം കൊടുത്തിരുന്നു. അതിനെ തുടർന്ന് ഇപ്പോൾ ഈ നിയമസഭയിലെ ബജറ്റില് UDF സർക്കാർ വലിയൊരു സംഖ്യ മാറ്റിവെച്ചിരിക്കുകയാണ് വന്യമൃഗശല്യത്തിൽ നിന്ന് ഈ പ്രദേശത്തിനെ അടക്കമുള്ള സ്ഥലങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഇപ്പോൾ മാസ് പെറ്റീഷൻ പഞ്ചായത്ത് പ്രസിഡന്റേയും മണ്ഡലം പ്രസിഡന്റേയും നേതൃത്വത്തിൽ ഒരു മാസ് പെറ്റീഷൻ ഇവിടെ തയ്യാറാക്കിയ ആളുകളെ കൊണ്ട് ഒപ്പിടിച്ച് ബുധനാഴ്ച കാലത്ത് നമ്മൾ മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും നേരിട്ട് കണ്ട് ഈ പ്രദേശത്ത് തൂക്ക് ഫെൻസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കാൻ DFOനോട്, പീച്ച് DFOനോടും തൃശൂർ DFOനോടും നമ്മൾ നിർദ്ദേശിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. HDS ജീവനക്കാർക്ക് സേവന കാലാവധിക്ക് അനുസരിച്ച് ശമ്പള വർധന നടപ്പാക്കണം. KN നാരായണൻ, INTUC ജില്ലാ വൈസ് പ്രസിഡന്റ്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെയും നെഞ്ചുരോഗ ആശുപത്രിയിലെയും HDS ജീവനക്കാർക്ക് സർവീസിന് അനുസരിച്ച് ശമ്പള വർധന നടപ്പാക്കണമെന്ന് KN നാരായണൻ. അതുപോലെ ജീവനക്കാർക്ക് അർഹതപ്പെട്ട ലീവും അവധിയും അനുവദിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജീവനക്കാർക്ക് EPF ESI സംവിധാനം ഉടൻ ഏർപ്പെടുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് HDS എംപ്ലോയീസ് കോൺഗ്രസ് യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു യൂണിയൻ പ്രസിഡന്റ് കൂടിയായ KN നാരായണൻ. ജനറൽ സെക്രട്ടറി CD വത്സല അധ്യക്ഷത വഹിച്ച യോഗത്തിൽ INTUC അവണൂർ മണ്ഡലം പ്രസിഡന്റ് IR മണികണ്ഠൻ, K രോഹിണി, D ഉണ്ണികൃഷ്ണൻ, D ഉണ്ണിക്കുട്ടൻ, ഷോബി PS, സ്വപ്ന PC, സുഷിത, കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മദ്യനയം അന്തിമ തീരുമാനമെടുക്കേണ്ടത് UDF. മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് OG ജനീഷ്. മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന നിലപാടെടുത്തത് LDF നികുതിയുടെ പ്രൊപ്പോസൽ മാത്രമാണ് വന്നിട്ടുള്ളത്. VM സുധീരിനെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാം. അന്തിമ നയം UDF തീരുമാനിക്കും. യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനാ പാർട്ടി നേതൃത്വമാണ് തീരുമാനമെടുക്കേണ്ടത്. താൻ പെട്ടെന്ന് വന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ ആളല്ല. ഒരു മണ്ഡലം പിടിച്ചെടുക്കുവാൻ പാർട്ടി അവസരം നൽകി, ജയിച്ചു. മന്ത്രിയായി പ്രവർത്തിക്കുവാൻ പാർട്ടി അവസരം നൽകി, പ്രവർത്തിക്കുന്നു. ഇതിലേക്ക് കടന്നിട്ടില്ല. എന്നെ ചുമതല ഏൽപ്പിച്ചതിന് ശേഷം 8 മാസക്കാലമാണ് പൂർത്തിയാകുന്നത്. അതിനിടയിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നതും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ മന്ത്രിയായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു അവസരം കൂടി വന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഏൽപ്പിച്ച് മറ്റൊരു ഉത്തരവാദിത്തമാണ്. നിയമസഭ ആ സീറ്റിൽ പിടിച്ചെടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ്. രണ്ടാമത് ഏൽപ്പിച്ചത് വേറൊരു ഉത്തരവാദിത്തമാണ്. മന്ത്രിയായി പ്രവർത്തിക്കാൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് പാർട്ടി ഏൽപ്പിച്ച മറ്റൊരു ഉത്തരവാദിത്തമാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ഒരു ദിവസം റോഡിലൂടെ പോയപ്പോൾ പെട്ടെന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയതല്ല, പാർട്ടി തീരുമാനമെടുത്ത് തന്നെ ആക്കിയതാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചും പുനഃസംഘടന എപ്പോൾ വേണം, എന്ത് വേണം എന്നുള്ളതിനെ സംബന്ധിച്ച് തന്നെ പാർട്ടി നേതൃത്വം തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. ഇപ്പോൾ 6-ാം തീയതി മുതൽ യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ എക്സിക്യൂട്ടീവ് നടക്കുകയാണ്. ഞാൻ സ്വാഭാവികമായിട്ട് അതിന്റെ ഭാഗമായിട്ട് 7-ാം തീയതി മുതൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമുള്ള കാര്യമാണ്. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ തൃശൂർ ശ്രീ വടക്കുനാഥ ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുര സമർപ്പണം നടന്നു. രാവിലെ 9:30 യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OG ജനീഷ് സമർപ്പണം നിർവഹിച്ചു. കൊമ്പൻ ശിവകുമാർ ഗോപുരവാതിൽ തള്ളി തുറന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വേണുഗോപാലസ്വാമി കൈകാര്യം ട്രസ്റ്റിന്റെ വഴിപാടായി 4 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് ഗോപുര പുനരുദ്ധാരണം പൂർത്തിയാക്കിയത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പൂർണ്ണമായ മേൽനോട്ടത്തിലാണ് പുനർനിർമ്മാണം പൂർത്തിയാക്കിയത്. 3 നിലകളിലായി 8,900 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ഗോപുരത്തിന് 47.5 അടി ഉയരമാണ് ഉള്ളത്. 1,500 ക്യൂബിക് അടി തേക്ക് തടി, 9 ടൺ ചുണ്ണാമ്പുകല്ല്, 6,000 MP റൂഫിക് ടൈലുകൾ, ടെറാക്കോട്ട ഫ്ലോറിംഗ് ടൈലുകൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു പുനരുദ്ധാരണം. 2 നിലകളിലായുള്ള കഴശാല കുടങ്ങളുടെ അറ്റകുറ്റപ്പണികളും തീർത്തു. പ്രമുഖ ശില്പി സുരേഷ് ആചാര്യയുടെ നേതൃത്വത്തിൽ 15-അംഗ സംഘം 1 വർഷം സമയമെടുത്താണ് മരപ്പണികൾ പൂർത്തിയാക്കിയത്. ചൊവ്വൂർ സെന്റ് സേവിയേഴ്സ് ഹൈസ്കൂളിലെ മെറിറ്റ് ഡേ ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജോണി PR അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പൂർവ്വ വിദ്യാർത്ഥിയും ഫിസിക്സ് വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ സുജിത് NSനെ ആദരിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ പോളി നീലങ്കാവിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി.
SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ലീന ജോസ്, MPTA പ്രസിഡന്റ് ഷിതി ഷൈൻ, സ്റ്റാർലിൻ ഷിൻഡോ, ഡെബിൻ ഫ്രാൻസിസ്, ആൻഡോ പെരുമ്പിള്ളി, ദിവ്യ NT തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. പ്രധാനാധ്യാപിക ജെൻസി ജോസ് സ്വാഗതം പറഞ്ഞ യോഗത്തിന് ഫസ്റ്റ് അസിസ്റ്റന്റ് ജോബി ബെൻസ് നന്ദിയും രേഖപ്പെടുത്തി. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വീണ്ടും വാർത്തയിലേക്ക്. ചേലക്കര എളനാട് ഓട്ടോറിക്ഷയിൽ മദ്യവിൽപ്പന നടത്തിയയാൾ അറസ്റ്റിൽ. പാലക്കാട് കണ്ണമ്പ്ര സ്വദേശി ഷാജിയെയാണ് തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് പിടികൂടിയത്. ഇയാളിൽ നിന്ന് 41 കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടിച്ചെടുത്തു. പുതുക്കാട് റിപ്പർ മോഡൽ ആക്രമണം. 2ാം പ്രതിയായ യുവതി റിമാൻഡിൽ. തൃക്കൂർ വില്ലേജിലെ നെല്ലിച്ചോട് ജിംനേഷ്യത്തിന് മുൻപിൽ യുവാവിനെ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലെ 2ാം പ്രതി അറസ്റ്റിൽ. മറ്റത്തൂർ വില്ലേജ് മറ്റത്തൂർ കുന്ന് സ്വദേശി നെടുമ്പക്കാരൻ വീട്ടിൽ ജിസ്മി തെരാസ് ജോഷിയെയാണ് പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പരിക്കേറ്റ ഡീനസിന്റെ ഭാര്യയായ ജിസ്മിയും അവിവാഹിതനായ 1ാം പ്രതി സിറിളും തമ്മിലുള്ള വഴിവിട്ട ബന്ധമാണ് ക്രൂരമായ ഈ അതിക്രമത്തിന് കാരണമായത്. ഒരുമിച്ച് ജീവിക്കുന്നതിനായി ഇരുവരും ചേർന്ന് ഡീനസിനെ വധിക്കുവാൻ ആസൂത്രണം ചെയ്യുകയായിരുന്നു. തൃക്കൂർ നെല്ലിച്ചോട്ടിലെ ജിമ്മിനു മുൻപിൽ ഒളിച്ചിരുന്ന സിറിൽ വർക്കൌട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഡീനസിനെ ചുറ്റിക തലക്കടിച്ച് വീഴ്ത്തിയാണ് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ. കയ്പമംഗലത്ത് വൻ മയക്കുമരുന്ന് വേട്ട. 2290 കിലോഗ്രാം ഹാഷിഷ് ഓയിലുമായി 3 പേർ പിടിയിൽ. 21 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ ഗുണ്ട അർജുൻ തമ്പിയും കൂട്ടാളികളായ 20 വയസ്സുകാരനും 17 വയസ്സുള്ള നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടിയുമാണ് പിടിയിലായത്. കുട്ടികൾക്കും മറ്റും വിൽപ്പന നടത്തുന്നതിനായി സൂക്ഷിച്ച കഞ്ചാവുമായി അറസ്റ്റിലായ പ്രതി റിമാൻഡിലേക്ക്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും കുട്ടികളെയും ലക്ഷ്യമിട്ട് ചില്ലറ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി യുവാവ് വലപ്പാട് പോലീസിന്റെ പിടിയിലായി. തളിക്കുളം വില്ലേജ് കൊപ്രക്കളം സ്വദേശി മതിലകത്ത് വീട്ടിൽ അമീർ ആണ് ഓപ്പറേഷൻ തൂഫാൻ പരിശോധനയുടെ ഭാഗമായി അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 144 ഗ്രാം കഞ്ചാവും ചില്ലറ വിൽപ്പനയ്ക്കായി കരുതിയ 11 സിപ്ലോക്ക് കവറുകളും പോലീസ് പിടിച്ചെടുത്തു. പ്രതിയുടെ കൊപ്രക്കളത്തുള്ള വീട്ടിൽ വലപ്പാട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാൾ വലയിലായത്. ചേലക്കൂട്ടുകര തെക്കേതറ രാഘവൻ മകൻ അജിതൻ നിര്യാതനായി. 74 വയസ്സായിരുന്നു. സംസ്കാര കർമ്മം ശനിയാഴ്ച കാലത്ത് 9-ന് വടൂക്കര ശ്രീനാരായണ സമാജം ശ്മശാനത്തിൽ. ഭാര്യ ശൈലജ, മക്കൾ ശ്രീനാഥ്, ശ്രീജിത്ത്, മരുമക്കൾ അമൃത, നിവേദ്യ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
ഇന്ന് അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരിയില്ലാത്ത സുരക്ഷിതമായ ഒരു നാളേക്കായി നമുക്ക് പ്രതിജ്ഞയെടുക്കാം. ലഹരിമുക്തമായ ഒരു ജീവിതം അവകാശമാക്കാം എന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഇന്ന് ജൂൺ 26 ലോകം അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ലഹരി വിരുദ്ധ പോരാട്ടം നമ്മുടെ ഉത്തരവാദിത്തം. ഒല്ലൂരിൽ സ്വകാര്യ ബസുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് നിരവധി പേർക്ക് പരിക്ക്. ഒല്ലൂർ ESIക്ക് സമീപം രാവിലെ 11 മണിയോടെയാണ് അപകടം. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൽ PG പോലീസും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടിക്കാട് യൂണിറ്റും കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.